അതെ. പിന്നെന്താ? ഒരു കാന്താരിമുളക് ഇങ്ങനെ കഴിച്ചോളൂ. കഴിക്കോ നീ കാന്താരിമുളക്? ഉപ്പിലിട്ട് കഴിക്കും. ആ. അല്ല ഇങ്ങനെ കഴിക്കാൻ ധൈര്യല്ലോടോ. ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യും അറിയോ? പിന്നെ കഞ്ഞിക്കൊക്കെ കഞ്ഞി ഞാൻ കുടിക്കാറില്ല. ചോറിനൊക്കെ ചിലപ്പോ ഒന്നും ഇങ്ങനെ ചമ്മന്തി ഒന്നും ഇല്ല, അച്ചാറോ ചമ്മന്തി എന്തെങ്കിലും വേണം എനിക്ക്. അതില്ലാഞ്ഞാ എന്ത് ചെയ്യും അറിയോ? ഇതുണ്ടല്ലോ, ചെറുതാക്കി അരിയും. ആ കട്ടിംഗ് വെച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ആ സ്പൂൺ കൊണ്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് അങ്ങനെ ഓരോന്ന് കഴിക്കും, ഉപ്പും കൂട്ടി. ഓക്കെ. അല്ലാതെ ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ കഴിയൂല. ഉം. അവൾക്കത് ഇഷ്ടമെല്ലാം മുമ്പും ഉണ്ടായിട്ടുണ്ട്. തിരി ആളെ കാണിച്ചോണ്ടാ. ഉം. പൊന്നൂന് എങ്ങനെയുണ്ട്? പത്തു ഓ, തിരക്കിലായിരുന്നു. കിടക്കുന്നു. ഇന്ന് രാവിലെ എണീറ്റ് ഇച്ചിരി പാല് കൊടുത്തപ്പം കുടിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ മറ്റേ സിറിഞ്ചിലാന്ന് ഞാനും കൊടുത്തിട്ടുണ്ട്. അത് ശരി. മെഡിസിന് കൊടുത്തോണ്ട് മാറ്റം ഉണ്ടല്ലേ അപ്പൊ? ചെറിയ മാറ്റം ഉള്ള പോലെ എനിക്ക് ഫീൽ ആവുന്നു. സാധാരണ അത് എണീറ്റിട്ട് അതിന് കിടക്കാൻ കഴിയും, എടുത്തടിച്ച കണക്ക് അത് കിടക്കും. പക്ഷെ ഇന്ന് പതിയെ എണീറ്റ് നോർമൽ കിടക്കുന്ന മാതിരിയൊക്കെ കിടക്കുന്നു. ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇച്ചിരി. പിന്നെ റെഡിയാവും മെഡിസിൻ കൊടുക്കുന്നു. ഷൈജ് ബ്രോ കരയേണ്ടവർ മുളക് പിടിച്ച് തിരിക്കുന്നു പറയുന്നു. പാത്തു തിരക്കിലായി മുത്തേ പറയുന്നു. അവൾക്ക് അത് ഇഷ്ടല്ല. കാവ്യ ഞാൻ പോണു ചേച്ചിന്ന് പറയുന്നു. പോവാന്നോ? ഓക്കേടാ. ഇത്ത അതൊന്ന് കടിച്ചു നോക്ക് പറയുന്നു ഉണ്ണി. എന്റെ പൊന്നോ എന്നിട്ട് ഞാൻ കരയുന്ന കാണാനല്ലേ? അത് വേണ്ട. കാവ്യ പോവാണോ ചോദിക്കുന്നു. കാവ്യ പോവാ. എന്റെ ചാർജും തീരുന്നുണ്ട്. ഞാൻ രാവിലെ ചാർജ് ചെയ്തില്ല. ചാർജിനിട്. കാവ്യ എന്നോട് മിണ്ടണ്ട പറയുന്നു. എന്റെ കാവ്യക്കുട്ടി പോവാണോ ചോദിക്കുന്നു, കരയുന്നു. ഉണ്ണിക്കിടാവിന്നു നൽകാം അമ്മ പാലാഴി. അതെന്താ മിണ്ടാൻ പറ്റാത്തേ? ശരത്ത് എന്താ കാണാനില്ലല്ലോന്ന് ചോദിക്കുന്നു. ശരത്ത് ഹോസ്പിറ്റലിൽ. എനിക്ക് എന്താടോ ഇന്ന് ഫുഡ്? ചായക്ക് എന്താ? ഇന്ന് അപ്പമാണ്. അപ്പവും ചമ്മന്തി. ആ. കേക്കുണ്ട്. ഇത്ത പാട്ട് വരട്ടെ എന്ന് പറയുന്നു ഉണ്ണിപ്പോ. പാട്ടൊക്കെ ഞാൻ പാടിയ പാട്ടാണോട് ഓർമ്മ ഉള്ളത്. പിന്നെ ഫോണൊക്കെ വേറെ ഫോൺ വേണം, എന്നിട്ട് അതിൽ നോക്കിക്കിട്ടൊക്കെ പാടണം. അതൊന്നും എൻ്റെ അടുത്ത് ഇല്ലടോ.